കുറെ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന നമ്മുടെ രാജാവ് സുരേഷ് ഗോപിക്ക് കുറെ പ്രജകളുണ്ടല്ലോ, കുറെ മൊണ്ണകളായിട്ടുള്ള സംഖികൾ. അതിലുള്ള ഒരു സംഖി ഇദ്ദേഹത്തിന് സുരേഷ് ഗോപിയോടുള്ള ആരാധന മൂത്തിട്ട് എന്തൊക്കെയാണ് സുരേഷ് ഗോപിയെ കുറിച്ച് പറയുന്നത്, പൊക്കി അടിക്കാണ്. നല്ല ചാണക സംഖ്യാട്ടം തന്നെയാണ്. എന്തായാലും നമുക്ക് ഇദ്ദേഹം എന്തൊക്കെ സുരേഷ് ഗോപിയെ കുറിച്ച് പൊക്കി പറയുന്നുണ്ട് എന്ന് കേട്ടിട്ട് കുറച്ച് കാനത്തിൽ തന്നെ ഇദ്ദേഹത്തിന്റെ അണ്ണാക്കി കൊടുക്കാനുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു തുടങ്ങാം. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അപ്പൊ എന്തായാലും പ്ലേ ചെയ്യാം. ഗോപി വന്നതിന് ശേഷമാണ് തൃശ്ശൂര് ഒരു MP ഉണ്ട്. എന്ത് MP എന്താ അയാളെ പറഞ്ഞത്? ഒരു MP ഉണ്ട്. നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാൻ BJP-യുടെ PR വർക്ക് എടുക്കുന്നവർ ഓരോ അവതാരങ്ങൾ ഇറക്കുകയാണ്. MP ഉണ്ട് ഒരു MP ഉണ്ട് എന്ന് മനസ്സിലായ സത്യത്തിൽ തൃശ്ശൂര് സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞത് മനസ്സിലായല്ലോ. ജനങ്ങൾക്ക് എല്ലാവർക്കും തൃശ്ശൂർ ഒരു MP ഉണ്ട് എന്ന് മനസ്സിലായത് സുരേഷ് ഗോപി വന്നതിന് ശേഷമാണെന്നാണ് പറയുന്നത്. സുരേഷ് ഗോപി വന്നതിന് ശേഷം തൃശ്ശൂരിൽ ഒരു MP ഉണ്ട് എന്ന് ജനങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? ഇയാൾ കാണിക്കുന്ന പൊട്ടത്തരവും മണ്ടത്തരവും മിക്സ് ആയിട്ടുള്ള വാക്കുകളൊക്കെ കേട്ടിട്ട് ജനങ്ങൾക്ക് ചിരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടല്ലേ തൃശ്ശൂര് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു MP അവിടെ ഉണ്ട് എന്ന് ജനങ്ങൾ എല്ലാവർക്കും മനസ്സിലായത്. അല്ലാതെ ഇയാൾ കാണിക്കുന്ന നന്മ പ്രവൃത്തി കണ്ടിട്ടാണോ തൃശ്ശൂര് സുരേഷ് ഗോപി എന്ന് പറയുന്ന MP ഉണ്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലായത്? അതൊന്നല്ല, ഇയാൾ കാണിക്കുന്ന വിഡ്ഢിത്തരം ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടാ അപ്പച്ച സംഖി. ഇതിനു മുമ്പ് ഇവിടെ MP ആരാണെന്ന് ചോദിച്ചാൽ പോലും ഒരാൾക്കറിയില്ല. തീർച്ചയായിട്ടും അങ്ങനെ ആവാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. കാരണം പൊട്ടത്തരം പറയുന്ന ആളുകളാണ് കേരളത്തിൽ പ്രത്യേകിച്ച് ഫേമസ് ആയിക്കൊണ്ട് നിൽക്കുന്നത്. അതങ്ങനെ തന്നെയാണ് ചരിത്രം. അതേപോലെ തന്നെയാണ് തൃശ്ശൂർ ഇതിന്റെ മുൻപൊക്കെ ഭരിച്ച ആളുകൾ എന്താക്കിയിട്ടില്ല, പൊട്ടത്തരം കാണിച്ചിട്ടില്ല. സുരേഷ് ഗോപി ഇപ്പൻ എന്താ കാണിച്ചു കൊടുക്കുന്നത്? വിഡ്ഢിത്തരം. അങ്ങനെ വിഡ്ഢിത്തരം കാണിക്കാത്തത് കൊണ്ട് തന്നെ മറ്റു MP-കളെ ജനങ്ങൾക്ക് അറിയണമെന്നില്ല. കാരണം നമ്മുടെ ഒരു സമൂഹത്തിൽ അങ്ങനെയാണ്. കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടത്തരം കാണിക്കുന്ന ആളെ പ്രത്യേകിച്ച് കയറി പോകും. അതുപോലെ തന്നെയാണ് ഇപ്പൊ സുരേഷ് ഗോപി അണ്ണൻ കാണിക്കുന്ന പല കോപ്രായങ്ങളും കാണുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ അയാളുടെ മഹിമ കൊണ്ടൊന്നല്ല. മനസ്സിലായോ? പക്ഷേ ഇന്ന് സുരേഷ് ഗോപിനെ വെച്ചിട്ട് ഇന്ത്യയുടെ അകത്ത് വേണമെങ്കിൽ ഇന്ത്യക്ക് പുറത്തു പോലും സുരേഷ് ഗോപിനെ അറിയാം. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്ന അറിവാ? ഇന്ത്യയുടെ പുറത്തുള്ള ആളുകൾക്ക് പോലും അറിയാമെന്ന്. ശാഖ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകളല്ലേ ഇതേപോലെ മീഡിയന്റെ മുൻപിലൊക്കെ വന്നിങ്ങനെ തുപ്പുന്നത്? ഒന്നും ഇല്ലാന്ന് തെളിയിക്കുന്നുണ്ടല്ലേ ഓരോ സെക്കൻഡ് കഴിയുന്തോറും. അദ്ദേഹം കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെ, സുരേഷ് ഗോപി അണ്ണൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ചെയ്യുന്ന കാര്യങ്ങളിൽ 98% പൊട്ടത്തരവും മണ്ടത്തരവും നിറഞ്ഞിട്ടുള്ള പ്രവൃത്തിയായിട്ടാണ് മാറിക്കൊണ്ട് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് പണ്ട് ഒരു വണ്ടിയിലിരുന്നു കൊണ്ട് സക്കാത്ത് കൊടുത്തത്? ഓണത്തിന് സക്കാത്ത് കൊടുത്ത ടീമായിരുന്നു, എന്നിട്ട് കാല് പിടിപ്പിച്ച ടീമാണ്. അങ്ങനെയുള്ള തമ്പ്രാൻ മൈൻഡുള്ള ആളുകൾ ജനങ്ങൾക്ക് എന്ത് തന്നെ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കടക്ക് പുറത്ത് എന്ന് ജനങ്ങൾ പറയും. കാരണം അങ്ങനെയുള്ള ആളുകളെ അടുപ്പിച്ചിട്ടില്ല. തൃശ്ശൂർക്കാർക്ക് പറ്റിയൊരു അബദ്ധം നിന്നെ പോലെയുള്ള കുറച്ച് വിഡ്ഢികളായിട്ടുള്ള സംഖ്യകൾ ഇപ്പോഴും തലയിൽ വെച്ച് നടക്കുന്നുണ്ട്. അല്ലാതെ വിവരമുള്ള എല്ലാവരും അബദ്ധം പറ്റിയെന്ന് സമ്മതിക്കുന്നുണ്ട്. ഇതിനു മുമ്പുള്ള MP-മാര് ഇതിനു മുമ്പ് എന്തെല്ലാം ചെയ്തു എന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഇദ്ദേഹം ചുരുങ്ങിയ സമയം കൊണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത് എല്ലാവരെയും പറയിപ്പിച്ചിട്ടുണ്ട്. അതല്ലേ യാഥാർത്ഥ്യം അല്ലേ? ഇതിന്റെ മുൻപൊക്കെ എത്ര ആൾക്കാർ ഭരിച്ചിട്ടുണ്ട്? ആരെങ്കിലും തൃശ്ശൂരിലുള്ള MP ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും മാത്രം പറയിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അത് സുരേഷ് ഗോപി തന്നെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് പറയിപ്പിച്ചത്. നിങ്ങൾ പറഞ്ഞത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇദ്ദേഹം വളരെയധികം കാര്യങ്ങളാണ് തൃശ്ശൂരിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിനക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മളൊന്നും അറിയുന്നില്ലല്ലോ. സുരേഷ് ഗോപി അത് ചെയ്തു ഇത് ചെയ്തു കുറെ കാര്യങ്ങൾ ചെയ്തു നിന്നു. ജയിച്ചു പോയിട്ട് ഒരു വർഷം കഴിഞ്ഞു, എന്നിട്ട് ഒരു തേങ്ങ ചെയ്തിട്ടില്ല. എന്നിട്ട് ഇതേപോലെയുള്ള വിഡ്ഢികളായിട്ടുള്ള സംഖ്യകൾ സുരേഷ് ഗോപിയെ വെളുപ്പിക്കാൻ വരുമ്പോ ഇവന്മാരുടെയൊക്കെ തലച്ചോറിനകത്ത് ചാണകമുണ്ട്. അല്ലാതെ ഒരു സംഭവത്തെ കുറിച്ച് പറയുമ്പോ എന്തെങ്കിലും ഒന്ന് അന്വേഷിക്കണ്ടടാ. എന്ത് തേങ്ങയാണ് സുരേഷ് ഗോപി ചെയ്തിട്ടുള്ളത്? അറിയുന്നവരുണ്ട്, കമന്റ് ചെയ്തിട്ട് വ്യക്തമായിട്ട് എഴുതി വെക്കുക. നാട്ടുകാർ അതിന് മറുപടി തരും എന്തൊക്കെയാണെന്ന്. ആ സമയത്താണ് സുരേഷ് ഗോപി, എന്റെ അറിവ് ശരിയാണ്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അറിവ് ശരിയാവാൻ സാധ്യത വളരെ കുറവാണ്. കറക്റ്റായിട്ട് ഒരിക്കലും ആവാൻ സാധ്യതയില്ല. കാരണം ഇതൊക്കെ ശാഖ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നത് വെള്ളം കൂട്ടാതെ വീങ്ങിയിട്ട് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ പച്ചക്ക് വന്ന് തുപ്പാൻ കാണിക്കുന്ന മനസ്സുള്ള ആളാണ്. അങ്ങനെയുള്ള ആളുകൾ പറയുന്നതിൽ എന്ത് യാഥാർത്ഥ്യമുണ്ടോ? ഒരു യാഥാർത്ഥ്യം ഉണ്ടാവില്ല. ഇതൊക്കെ വായിൽ തോന്നുന്നത് ഗോതക്ക് പാടുന്ന ടീമാണെന്ന് നമുക്ക് കണ്ണും കൂട്ടി പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ വീഡിയോ നിർത്താണ്. ഇതേപോലെയുള്ള വിഡ്ഢികളായിട്ടുള്ള സംഖ്യകളുടെ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പൊ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക. ഇനി മുതൽ ഡെയിലി വീഡിയോ ആണ്. നാളെ മറ്റന്നാളെ കാണാം. ബൈ.